ഹായ്, ഒരു സ്കാലപ്പിനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ക്യാൻവാസ് പേപ്പറിൽ നെക്ക് മാർക്ക് ചെയ്ത് ഒരു ലൈനിങ് പീസിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ചുരിദാറിലാണ് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ്. അതിൽ വെച്ച് മുട്ടുപിൻ കുത്തി കൊടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് മുട്ടുപിൻ കുത്തി ഇതുപോലെ നമ്മൾ സാധാരണ നെക്ക് ചെയ്യുമ്പോൾ തന്നെ അരിവ് ചേർത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ കുറച്ചിടണം. എന്ന് വെച്ചാൽ ഒരു 1.5-2 ആ ഒരു ലെവലിൽ വേണം ഇടാനായിട്ട്. എങ്കിലേ നമുക്കിത് കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകൾ ഇതിനകത്ത് വീഴുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ എഡ്ജസൊക്കെ കൃത്യമായിട്ട് നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിത് സെൻറ്ററിലൂടെയാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ ഈ ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കളയണം. എന്നിട്ട് ഇതിൻ്റെ അരിവിനോട് ചേർത്ത് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വളരെ പതുക്കെ ആ ബാലൻസ് തയ്യൽ തുമ്പ് വളരെ കുറച്ചേ വയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് വളരെ പതുക്കെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്